ഇബ്രാഹിംദാസ് മാഷിനെ ആ പുസ്തകം ചർച്ച ചെയ്തു. ഏറെ സ്നേഹമുള്ള വസന്ത മാഷ്, കൃഷ്ണമൂർത്തി, സൈസക്, സുഹൃത്തുക്കൾ, ഈ എഴുതിയതായിട്ട് പേടിക്കണ്ടോ? ഞാനൊരു 15 മിനിറ്റ് കൂടുതൽ നിങ്ങൾ ക്ഷമ പരീക്ഷിക്കില്ല. കാരണം ഞാനിവിടെ വരുമ്പോൾ 5 മണിക്ക് ഞാനിവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ 6:30 എനിക്ക് ശേഷം ശ്രീ ഐസക്ക് സംസാരിക്കാനുണ്ട്, നിങ്ങൾക്കും സംസാരിക്കാനുണ്ടാകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് 7:30 ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈ മൈക്കിന് പോലും ഉടമസ്ഥയില്ല തോന്നുന്നു. അത് കാരണം ഇവിടെ വേറെ ആരും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കില്ല. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ രാജി എന്നല്ല പേര്, പിന്നെ ഡോക്ടർ എന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഡോക്ടറെല്ലാം പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഡോക്ടറേറ്റുള്ള ആളല്ല. പലപ്പോഴും ലേഖനങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ എം ഹരിദാസിന് അയച്ചു കൊടുക്കുമ്പോൾ അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ എം ഹരിദാസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ കാരണം, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തീസിസ് എഴുതി സമർപ്പിക്കുന്നതിൻ്റെ വർക്ക് വരെ എത്തിയിട്ടുണ്ട്. അത് ഉറുവിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് മാഷ് ഉറുവിൻ്റെ കൃതികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ തീസിസിലൂടെ ഇങ്ങനെ ഓർത്തു പോയത് എൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ അതിന് മാർഗനിർദ്ദേശം ചെയ്ത് അഴിക്കോട് മാഷ് പറഞ്ഞു. അന്ന് ഈ DTP ഒന്നും വരാത്തൊരു കാലഘട്ടത്തില്ല. മലയാളം ടൈപ്പ് ചെയ്യണം. ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്. മലയാളം ടൈപ്പ് റൈറ്റിംഗ് വലിയ ബുദ്ധിമുട്ടാണ്, വായിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കോപ്പി മാഷ് ഓടിച്ച് ഇനി ഇതന്നെ കാണിക്കേണ്ട, ഇയാളെന്നെ തിരുത്തി അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു തന്ന സാധനം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ പതിവ് അലസത കാരണം അത് കൊടുത്തില്ല, ടൈപ്പ് ചെയ്യിച്ചില്ല, കൊടുത്തില്ല. മാത്രമല്ല ഞാനൊരു കോളേജ് അധ്യാപകനായിരുന്നു. അന്ന് ഈ ശമ്പളം കൂടുതലൊക്കെ കിട്ടണമെങ്കിൽ PhD വേണം എന്നുള്ള ഒരു ഇതൊന്നും അന്നില്ല. ഉണ്ട് തോന്നുന്നു. പക്ഷെ അപ്പോഴേക്ക് ഞാൻ പ്രൊഫസറായി കഴിഞ്ഞിട്ടായിരുന്നു. 12 വർഷമൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ അത്ര വലിയ ഗംഭീരമായിട്ട് തോന്നുന്നതിലില്ലല്ലോ. ഉറുവിൻ്റെ നോവലുകളുടെ ഉള്ളൊരു യാത്ര മാത്രമേ ഇതിലുള്ളൂ എന്നുള്ള തോന്നൽ സ്വയം ഉണ്ടായിരുന്നു. സ്വയം ഒരു അവമതി തോന്നിയതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ അത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വർക്കൊക്കെ അങ്ങനെ ചെതല് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ ചെതല് പിടിക്കല്ല. ഏതായാലും അതുകൊണ്ട് ഇവിടെ ഡോക്ടറിന് പഠിക്കുക ഉറുവിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഈ ഉറുവിനെ മുൻനിർത്തി ഞാനൊരു ഡോക്ടറായിരുന്നു. കാരണം ഇവിടെ വസന്ത മാഷിന്റെ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നതല്ല, എല്ലാ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷെ അവസാനം പറഞ്ഞ കാര്യത്തിൽ, അതായത് നമ്മുടെ നവോത്ഥാന നോവലിസ്റ്റുകളിൽ ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഉറൂബാണ്. ഉറൂബിന്റെ അടുത്ത് മറ്റാരും അല്ലെ, ഉറൂബ് ഒരു മഹാകീരുവാണെങ്കിൽ പലരും കുന്നുകളാണ്. ഈ കുന്നുകളെയാണ് നമ്മൾ പലപ്പോഴും പർവ്വതങ്ങളായിട്ട് ഘോഷിക്കാറുള്ളത്. പക്ഷെ ഉറൂബിന്റെ ആ ഒരു ഡെപ്ത്, ഉറൂബിന്റെ കൃതികളുടെ ഡെപ്ത് നവോത്ഥാന നോവലിസ്റ്റുകൾക്ക് ആർക്കും തന്നെയില്ല. ബഷീറിന് വേറൊരു രീതിയിൽ ചില മേന്മകളുണ്ട് ബഷീറിന്റെ കൃതികൾക്ക് തന്നെ. മറ്റ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഘോഷിക്കപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഉറൂബിന്റെ ഉള്ള മഹത്വമില്ല എഴുത്തിന്റെ കാര്യത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു സമാന കൃതിയെ വസ്ത്രം പാട്ടിൽ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അത് അതിനെക്കുറിച്ച്. ഇനി അഘോരശിവത്തെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബെഞ്ചമിനോട് പലപ്പോഴും ഇങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറയാമെന്ന് ഞാനത് അടുത്ത സമയമാവാം. ഇതിനു മുമ്പ് ഞാൻ അവിടെ അവതരിപ്പിച്ചില്ല. അങ്ങനെ നീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കഴിഞ്ഞ മാസം ഇതിനെക്കുറിച്ച് അടുത്ത മാസം മാഷാവട്ടെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെയാണ് പറഞ്ഞത് അഘോരശിവമാണ് പുസ്തകം. ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ അത്ര അധികം വായിച്ചിട്ടുള്ള ഒരു കഥാകൃത്തല്ല വിവേകാനന്ദൻ. അതുകൊണ്ട് ഏറ്റുപോയി. ഞാൻ ആവാന്ന് പറഞ്ഞു. ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ആ പുസ്തകം അതിനു വേണ്ടി ഞാൻ 2-3 തീയതി പുസ്തകം എത്തിച്ചു തന്നു. 2-3 പ്രാവശ്യം വായിച്ചു. കാരണം മറ്റു ചില കൃതികൾ വായിക്കാൻ ശ്രമിച്ചു. ഇതിൽ ഇതുവരെ എത്ര പേര് നോവൽ വായിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ നോവൽ? അഘോരശിവം 1. അതായത് 10 താഴെ ആൾക്കാർ ഇത് വായിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ എനിക്ക് എന്തും പറയാൻ വേണ്ടി അല്ലേ ഈ പുസ്തകത്തെ പറ്റി. 10 പേർക്ക് മാത്രമേ ഞാൻ പറയുന്നതല്ല, സത്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ വിവേകാനന്ദൻ അത്രയധികം ഗൗരവമുള്ള പഠനങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഒരു നോവലിസ്റ്റ് അല്ല മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു കൃതിക്ക് അവതാരികയില്ല. അവതാരികയോട് നല്ല കൃതികൾ പ്രസിദ്ധീകരിക്കുന്നത്. അഭിമുഖങ്ങൾ കുറവാണ്. 1982 അദ്ദേഹത്തിന്റെ തൃക്കോട്ടൂർ പെരുമ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീടുള്ള എഡീഷനുകളിൽ അതിന്റെ അവതാരികയുണ്ട്. അത് KP അപ്പൻ 1984 ഏപ്രിലിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ഒരു വളരുന്ന സാഹിത്യത്തിൽ എഴുതിയ ചെറിയ ലേഖനം. അതിനപ്പം എഴുതിയ ഒരു പുസ്തക നിരൂപണമാണ്. അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അവതാരിക എഴുതി വാങ്ങിച്ച അദ്ദേഹത്തിന്റെ കളക്ടർ കുറച്ചിലെ പോലും അവതാരിക EV രാമകൃഷ്ണന്റെ ഒരു അവതാരിക ഇപ്പോൾ ഈ അഘോരശിവത്തിന്റെ പുതിയ എഡീഷൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുതിനെ സമാഹരിച്ചിട്ടുണ്ട് പൂർണ്ണ ബുക്സ്. പക്ഷെ അതിന് അവതാരികയില്ല. 2 വലിയ വോളികളായിട്ട് സമാഹരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പബ്ലിഷ് ചെയ്ത ഗവേഷണ പ്രബന്ധങ്ങളുടെ ടൈറ്റിലുകളിലൂടെ പറഞ്ഞപ്പോൾ ഇത്തരം കൃതികൾ ആരും PhDക്ക് വിഷയമാക്കിയിട്ടില്ല. ഞാനിപ്പോൾ മലയാള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരാണ് വിളിച്ചു ചോദിക്കുന്നത്, നിങ്ങളുടെ അവിടെ വല്ല ഒരു
കാതറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഈ ടൈം നോവലുകൾ എന്ന വലിയ കാക്കനാടനും മൂന്നവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു സർവാണി പഠനങ്ങൾ ചിലത് എംഫിലൊക്കെ നടന്നതല്ലാതെ കാതറിന്റെ കൃതിയിൽ മാത്രം നിർത്തി പഠനം ഉണ്ടായിട്ടില്ല. അപ്പൊ അതെനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഇദ്ദേഹം 71 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 66 വർഷമായിട്ട് മലയാള സാഹിത്യത്തിൽ രചനാരംഗത്തുണ്ട്. അതായത് രചനയുടെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് രചനയുടെ ഷഷ്ടിപൂർത്തിയോ അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തിയോ ജൂബിലിയോ ഒന്നും ആഘോഷിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവർ തൃശ്ശൂരെ സംബന്ധിച്ച് യോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തിന്റെ രചനയുടെ വ്യത്യസ്തത കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അനന്യത കൊണ്ട് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരിൽ വ്യത്യസ്തമാണ്. മറ്റുള്ള രചനകളിൽ പെട്ടെന്ന് അത്ര ആകർഷകമായ രീതി പെട്ടെന്ന് കൃതിയിലേക്ക് വലിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷയല്ല അതിൻ്റെ. അപ്പൊ അതിന്റെ സവിശേഷതയുള്ള ഭാഷയുടെയോ പ്രമേയത്തിന്റെയോ സമീപനത്തിന്റെയോ ആ കൃതികളിൽ ആവിഷ്കരിക്കപ്പെടുന്ന ആശയത്തിന്റെ പ്രാദേശികത്വം കൊണ്ടും പിന്നെ ചില ഉദാഹരണങ്ങൾ കൊണ്ടും. കാരണം ഞാൻ മലയാളത്തിലെ വളരെ നല്ലപോലെ വായിക്കുന്ന എനിക്ക് വിശ്വാസമുള്ള ഒരാളോട് ഇന്നലെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ അങ്ങനൊരു പരിപാടിയില്ല, എന്നെ ഇന്ന് വേറൊരു കാര്യത്തിൽ ക്ഷണിച്ചപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ ഇതൊന്ന് മനസ്സിലിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നത് പറയില്ലല്ലോ, ഞാനത് ഇല്ലാത്തത് അതൊരു പുസ്തകം വായിച്ചാൽ പോലെ എന്ന് വെച്ചു. അപ്പൊ അങ്ങനെ ഒരു കാരണം, പക്ഷെ അങ്ങനെ ഒരു കാരണം എനിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ കുറെ ചെറുകഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയല്ല, ഒരുപാട് വൈവിധ്യം അദ്ദേഹത്തിന്റെ കൃതികളുണ്ട്. അതിന്റെ ആ രചനാ ശൈലിയുടെ ഒരു ഏകതാനതയോ ആവർത്തന വൈരസ്യമോ ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തീമുകളിൽ വളരെ വ്യത്യസ്തതയില്ല. പക്ഷെ ഇദ്ദേഹം അപ്പോൾ ഒരു പുസ്തകം വായിച്ചാലും പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നോവലിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നോവലിസ്റ്റിനെ കുറിച്ചൊന്നും അറിഞ്ഞിരിക്കുന്നതല്ല. 1935 ബർമയിലാണ് അദ്ദേഹം ജനിച്ചത്. ബർമയിൽ ജനിച്ച ഒരാള് ഇവിടെ വന്നിട്ട് മലയാളത്തിൽ വലിയൊരു നോവലിസ്റ്റ് ആയി തീർന്നത്, വിദേശത്ത് ജനിച്ചത് മലയാളി അച്ഛൻ, ബർമക്കാരി അമ്മ. ബർമയിലെ ഒരു വില്ലേജിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അവിടെ ബില്ലിംഗ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 7 വയസ്സിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. കൊയിലാണ്ടിയിലാണ് അദ്ദേഹം വളരുന്നത്. കൊയിലാണ്ടിയിലാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം കൂടിയായിരുന്നു. മദ്രാസ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പെയിന്റിംഗ് അഭ്യസിച്ചു. അതാണ് അദ്ദേഹത്തിന്. അല്ലാതെ ഒരു അക്കാഡമിക് രീതിയിൽ വലിയ ക്വാളിഫിക്കേഷനോ ആ രീതിയിലുള്ള പഠനമല്ല അദ്ദേഹത്തിൻ്റെ. പെയിന്റിംഗ് ആണ് നടത്തിയത്. അദ്ദേഹം ജോലി ചെയ്തത് കുറച്ചു കാലം കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. തുടർന്ന് ആരോഗ്യവകുപ്പിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. 1990 അദ്ദേഹം 55 വയസ്സിൽ റിട്ടയർ ചെയ്തു. പക്ഷേ ഈ 35 ജനിച്ച അദ്ദേഹം 42 മാത്രം കേരളത്തിൽ വന്ന് മലയാളം പഠിച്ചു തുടങ്ങിയ അദ്ദേഹം 53 കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 17 വയസ്സ് 1953 ചന്ദ്രിക ആഴ്ചപത്രത്തിലാണ് കാതറിന്റെ ആദ്യത്തെ കഥ വരുന്നത്. ചെറുകഥാസമായാലും നോവൽ, യാത്രാഗുരു ഇതൊക്കെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ 71 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്ന അദ്ദേഹം ഇവിടെ ജനറൽ കൗൺസിൽ 4 അംഗമായിട്ട് 4 വർഷം മലയാള ചലച്ചിത്ര അവാർഡ് ജൂറിയിൽ അദ്ദേഹം അനേക വർഷം അംഗമായിരുന്നിട്ടുണ്ട്. ഏതാനും വർഷം മംഗളം ദിനപത്രത്തിന്റെ കോഴിക്കോട് എഡിഷന്റെ പ്രസിഡന്റ് എഡിറ്ററായിരുന്നു. SPCSന്റെ പ്രസിഡന്റായിട്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ പുരോഗമന കലാ സാഹിത്യ ഭൂഗാസയുടെ പ്രസിഡന്റായിട്ട് കാതർ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രതിബദ്ധതയെ കുറിച്ചൊന്നും കിട്ടിയ അദ്ദേഹം ഭൂഗാസയുടെ പ്രസിഡന്റ് ആയിരുന്നുണ്ട്. ഒരു മലയാള സാഹിത്യകാരന് കിട്ടാവുന്ന ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 1984 തന്നെ, വർഷങ്ങൾക്ക് മുമ്പ്, 34 വർഷം മുമ്പ് അദ്ദേഹത്തിന് തൃക്കോട്ടൂർ പ്രേമയ്ക്ക് ചെറുകഥാ സമാഹാരത്തിലുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2002 ഈ നോവൽ ഇറങ്ങുന്നത് 2001 അഘോരം ശിവ. അതിന് നോവൽ വിഭാഗത്തിൽ വീണ്ടും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിട്ടുണ്ട്. 2007 സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി. 2009 ഈ തൃക്കോട്ടൂർ പെരുമയ്ക്ക് അല്ല, തൃക്കോട്ടൂർ നോവലിന്റെ എന്ന് പറഞ്ഞൊരു പുസ്തകം, അതിന്റെ കണ്ടന്റ് വേറെയാണ്. അത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2009 പത്മപ്രഭ പുരസ്കാരം മാതൃഭൂമി വീരകുമാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്വന്തം ഭാഷ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ രീതിയിൽ പുരസ്കൃതനായിട്ടുള്ളത് അതുപോലെ ശിവ ഒരു പിടി പറ്റ്, ചെമ്പവിള്ളം, ഭഗവതി ചൂട്ട, വായേ പാതളം തുടങ്ങി കുറെ നോവലുകൾ വളരെ പ്രശസ്തമാണ്. അപ്പൊ ഇവിടെ ഇനി ഞാൻ ഈ കൃതിയിലേക്ക് വരാണ്. പക്ഷെ ഈ അഘോര ശിവം എന്ന നോവലിന്റെ കഥാസാരോ അതിന്റെ ഇതിവൃത്തവും പറയുന്നതിലുപരി കാതറിന്റെ സാഹിത്യ പ്രപഞ്ചത്തിന്റെ സവിശേഷതകളും മുഖമുദ്രകളും ഒരു പ്രാതിനിധ്യ സ്വഭാവത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യും. അതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. കഥ പറയുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ആദിമധ്യാത്മക കഥയൊന്നും തരില്ല.
കുറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ, ഒരു നാടിന്റെ ചരിത്രം എന്നുള്ള രീതിയിലാണ് വൈവിധ്യപൂർണമായ മനുഷ്യ ജീവിതങ്ങളാണ് ഖാദറിന്റെ രചനയുടെ അകത്തുള്ളത്. ഏത് കൃതി എടുത്താലും വൈവിധ്യമുള്ള കുറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രതിജന ഭിന്ന വിചിത്രമായ മനുഷ്യജന്മത്തിന്റെ ആരുറപ്പും വേരുറപ്പുമാണ് ഖാദറിന്റെ കഥകളുടെ ഊർജ്ജം എന്ന് പണ്ടൊരു നിരൂപകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നിനൊന്ന് വ്യത്യസ്തരാണ്. ഞാൻ പറഞ്ഞത് ഇതിന്റെ കണ്ടന്റിൽ വ്യത്യാസമില്ല. ഭാഷ ഒരേപോലെ തോന്നും, വായിച്ചു കൊടുക്കുമ്പോൾ ഒരേപോലെ ആളുകൾ തോന്നുമെങ്കിലും പലപ്പോഴും അതിന് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ട്. നമ്മുടെ സാഹിത്യകാരന്മാരെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സാഹിത്യകാരന്മാരുണ്ട്. എന്റെ പൊതുവെ സാഹിത്യകാരന്മാർ രണ്ട് തരത്തിലുണ്ടെന്ന് പറയും. ഒന്ന് ഏറെ പഠിച്ചും മനനം ചെയ്തും രചന നടത്തിയിരുന്ന സാഹിത്യകാരന്മാരാണ്. കാരണം പഠനത്തിന്റെ തിണ്ണബലം കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നേടുന്ന സിദ്ധി കൊണ്ട്, സിദ്ധി മാത്രമല്ല ജന്മസിദ്ധമായി സിദ്ധിയുള്ള സാധനമുണ്ട്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 7ാം വയസ്സിലൂടെ ഒന്ന് മലയാളം പഠിച്ച് 17ാം വയസ്സിൽ കഥ എഴുതിയ ഖാദർ അങ്ങനെ ഒരുപാട് പഠിച്ച് നോവൽ എഴുതുന്ന മോശം അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നൈസർഗിക സിദ്ധി പറഞ്ഞ ശരിയോട് മറ്റു മോശമൊന്നും ചെയ്തുകൊണ്ട് ആനന്ദിന്റെ നോവലുകളൊക്കെ വലിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. KL മോഹനോമയുടെ പല മോഹനോമ എന്ന് പറയുന്നത് നോവൽ എഴുതാൻ വേണ്ടിയിട്ട് പലതും പഠിച്ചും വായിച്ചും കണ്ടും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നോവൽ എഴുതുന്നത്. അപ്പൊ ആ രീതിയിൽ പഠനത്തിന്റെ ഫലമായിട്ടുണ്ടായ കൃതികളുണ്ട്. പക്ഷേ ഒരു നൈസർഗിക പ്രതിഭയുടെ പിൻബലത്താൽ മാത്രം സാഹിത്യത്തിൽ കടന്നു വരുന്നവരുണ്ട്. കൂട്ടത്തിൽ ബഷീറൊക്കെ അങ്ങനെ അല്ലെ. ബഷീർ തമാശയിൽ പറയുന്നത് മലയാള അക്ഷരമാല തന്നെ അറിയിക്കാതെ പറയുന്നത് എവിടെ ആഖ്യാനം എന്ന് ചോദിച്ചു. ബഷീറിന്റെ ബഷീറിന്റെ പുസ്തകം എവിടെയാണ് ആഖ്യം, ഇതിലെവിടെ ആഖ്യാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെന്താ സാധനപ്പോഴാണ് ബഷീറിന് തോന്നിയത്. ബഷീർ കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ല എന്നല്ല, എങ്കിലും വലിയ രീതിയിൽ പഠനം തന്റെ എഴുത്തിന്റെ ആമുഖമായിട്ടോ അതിന്റെ പശ്ചാത്തലമായിട്ടോ നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഖാദർ ഒരുപാട് പഠനം നടത്തിയിട്ട് ഇവിടേക്ക് വന്നത് നൈസർഗിക എഴുതിയേ തീരും എന്നുള്ളതിന് ഏറെ വായിച്ചും പഠിച്ചും ലോക ക്ലാസിക്കുകൾ അപഗ്രഹിച്ചിട്ട് ഉൾക്കൊണ്ടതിന്റെ പശ്ചാത്തലമൊന്നും ഖാദറിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ കരുതുന്നത്. തീർന്നു വന്നതിന് കുറച്ചുകൂടി ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒന്നുണ്ട്, അദ്ദേഹത്തിന് എഴുതാതെ ഇരിക്കാനാവില്ല, എഴുതിയേ പറ്റൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഒരു നാടിന്റെ ചരിത്രം, കുറെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. രചനയുടെ കാര്യത്തിൽ അദ്ദേഹം ആരെങ്കിലും അനുസ്മരിക്കുന്നത് പഴയ കാലഘട്ടത്തില് SK പൊറ്റക്കാടിന്റെ രചനകളോട് ചെറിയൊരു വിധേയത്വം അതിനെ അനുഭവിച്ചു എന്ന അർത്ഥത്തിലൊന്നുമില്ല. അദ്ദേഹത്തിന്റെ രചനകളുണ്ട്. അതുപോലെ സമകാലികരുടെ കൂട്ടത്തിൽ M. മുകുന്ദനെ പോലെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലെ, UK കുമാരനെ പോലെ ഒരു സ്ഥലപുരാണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രചനകളാണ്. അതുപോലെ കുറെ കഥാപാത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കഥ പറച്ചിലുകാരൻ എന്നുള്ളൊരു സ്ഥാനമാണ് മലയാളത്തില് ഖാദറിനുള്ളത്. ആ കലയിൽ അദ്ദേഹം കൃതഹസ്തനാവുകയും ചെയ്തു. ഭംഗിയായിട്ട് അദ്ദേഹത്തിന് കഥ പറയാനറിയാം. കഥ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചിലര് എന്തുകൊണ്ടാണ് ഈ കൃതിയിൽ നിന്ന് പലരും അകന്നു നിൽക്കുന്നതെന്ന് അറിയില്ല. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞാൽ ഒരു 5-6 പേജ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോടൊപ്പം പോകും. അങ്ങനെ നമ്മളെ ഇരുത്തി വായിപ്പിക്കുന്ന സ്ഥിതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്നെ കുറിച്ച് ധാരാളം പഠിച്ചിട്ടൊന്നും എഴുതിയ ആളെന്ന് സ്വയം പറയുന്നുണ്ട്. ഈ തൃക്കോട്ടൂർ പെരുമയ്ക്ക് അദ്ദേഹം ഈ ആമുഖത്തിൽ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. പടയറിയ ചേകവരുടെ ചുവടറിയ ശിഷ്യനാണ് താൻ. പടയറിയ ചേകവരുടെ ചുവടറിയ ശിഷ്യനാണ് താൻ. ഞാൻ അങ്ങനെ പഠിച്ചിട്ടും ആരും പഠിപ്പിച്ചിട്ടും ഈ രംഗത്തേക്ക് വന്നതല്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തിച്ചതും ഞാൻ എഴുതി. മറ്റുള്ളവരെ നല്ലതെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എഴുത്തുകാരനായി തോന്നുന്നു. അതാണ് ഇതിന്റെ എഴുത്തിന്റെ പശ്ചാത്തലം. ഈ നോവലിലേക്ക് വരുമ്പോൾ ഇത് 243 പേജുള്ള എഴുത്തിലെ ഉള്ളൊരു നോവലാണ് അഘോര ശിവം. അത് 7 ഭാഗമായിട്ട് വിഭജിച്ചിരിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേക ശീർഷകം കൊടുത്തിട്ടുണ്ട് അല്ലെ. പഴയ കാലത്തൊക്കെ ശരിയുണ്ട്. റൂബിന്റെ മാച്ചുവിനൊക്കെ ഓരോ അധ്യായത്തിനുണ്ട്. ചാത്തി കിട്ടിയ കുട്ടി എന്നൊക്കെ രീതിയിൽ തുടക്കത്തിൽ അങ്ങനെ ഒരു അധ്യായത്തിന് പേര് കൊടുക്കുന്നത്. ഇതിന്റെ ഈ 7 ഭാഗങ്ങൾക്കും ഒരു ആ ഭാഗത്ത് ഏത് കഥാപാത്രമാണോ പ്രധാനമായിട്ട് വരുന്നത്, ആരുടെ കഥയാണോ കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത്, അവരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശീർഷകം കൊടുക്കുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളുടെ സൂക്ഷ്മാംശങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്ന എഴുത്തുകാരൻ. ഇവിടെ ഒരു എല്ലാം അറിയുന്ന ഒരു നരേറ്ററുടെ റോളാണ്. മറ്റ് ടെക്നിക്സും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് ഒരു കഥ പറച്ചിലല്ല, ഇതിഹാസകാരനെ പോലെയാണ് കഥ പറയുന്നു അല്ലെ. വ്യാസിന് പറയാനും പറഞ്ഞോടുണ്ടായല്ലോ, അല്ലെങ്കിൽ പലർക്കും അറിയാമല്ലോ. ആ രീതിയിൽ ഒരു നരേറ്റർ, ആഖ്യാതാവിന്റെ റോള് തന്നെ ഇദ്ദേഹത്തിനുള്ളൂ. കഥ പറയുന്ന ഒരാള്, കഥാപാത്രങ്ങളുടെ അകവും പുറവും ഒക്കെ അറിയുന്ന സൂക്ഷ്മാംശങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്ന എഴുത്തുകാരൻ. തന്റെ വടക്കമ്പാട്ടിലെ വീരവനിതകളെയും വീരപുരുഷന്മാരെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ നോവലിസ്റ്റ് നേരിട്ട് തന്നെ അവതരിപ്പിക്കുന്ന പറയും അല്ലെ. ഇവിടെ ചെറിയൊരു ഇത് സത്യം പറഞ്ഞൊരു കൊട്ടേഷനാണ്. അതാണ് ഈ KP തന്നെ പറഞ്ഞു വടക്കമ്പാട്ടിലെ വീരപുരുഷന്മാര്. ഈ നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീരവനിതകളെ എന്നുള്ളതൊന്ന് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ വനിതാ കഥാപാത്രങ്ങള് വളരെ കുറവാണ്.
സ്ത്രീകൾ വളരെ ചുരുക്കത്തിൽ മാത്രമേ ഈ ഇതിൽ കടന്നു വരുന്നത്. ഒരു പുരുഷന്മാരുടെ ലോകമാണത്. അപ്പോൾ ചില പേരുകൾ പറയുന്നുണ്ട് എന്നല്ലാതെ ഈ മറ്റ് ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട നോവൽ അത് ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ സ്വാധീനമുള്ള രീതികളായിരുന്നു, പുരുഷാധിപത്യപരമായ സമൂഹത്തിന്റെ സ്വാധീനമുള്ള കൃതികളായാലും അതിലൊക്കെ സ്ത്രീകൾ വരുന്നുണ്ട്. ഉമ്മാച്ചുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വസ്ത്രമാഷ് പറഞ്ഞല്ലോ, ചിന്നമ്മൂവിനെ കുറിച്ചും കുഞ്ഞലക്ഷ്മിയെ കുറിച്ചും ഉമ്മാച്ചുവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ആ രീതിയിൽ ഇതിൽ കഥാപാത്രങ്ങളായിട്ട് കുറച്ചുപേരെ പേര് പറയാമെന്നല്ലാതെ മറ്റ് അത് വലിയ കാര്യമായിട്ട് പ്രസക്തി ഈ നോവലിൽ പോലെ പുരുഷന്മാരുടെ പുരുഷലോകമാണ് ഇതിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ഈ അധ്യായങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്ന ശീർഷകങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ചാമി അയ്യരുടെ മഠം ആദ്യത്തെ ഭാഗത്തിന്റെ പേരത. അതിൽ ചാമിയനാണ് പ്രധാന കഥാപാത്രമായി വരുന്നത്. കൃഷ്ണക്കുറുപ്പിന്റെ ഇഷ്ടവേഷങ്ങൾ അടുത്ത്. പിന്നെ കൽക്കത്ത ബംഗ്ലാവിൽ താമസിക്കുന്ന മാധവൻ മന്നൊരാളാണ് അതിൽ. മൻകീരി മുത്തപ്പൻ, വെറ്റില സാമി, ഇങ്ങനെയാണ് 5 ഭാഗങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുക. അവിടെ ആരെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്? ഇവർക്കൊക്കെ ചില പരസ്പര ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഗ്രാമീണ ജീവിതത്തിൽ ഊടും പാവുമായിട്ട് അവരെ മാറുന്നുണ്ട്. പത്തലായി എന്ന ഗ്രാമം കോഴിക്കോടിനും കണ്ണൂരിന് ഇടയ്ക്ക് ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ, വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെ വയനാട്ടിലേക്ക് അടുത്തൊരു സ്ഥലം എന്നുള്ള രീതിയിൽ തെക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്, വടക്കോട്ട് പോയാൽ കണ്ണൂര്, അവിടേക്ക് പോകുന്ന 2 തീവണ്ടികൾ ഒരു സ്റ്റേഷൻ. ആ സ്റ്റേഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഏതാണ്ട് ഒരു 10-500-600 സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്ന് പറയുന്ന രീതിയിൽ അതാണ് ഈ നോവലിന്റെ ആഗ്രഹമായിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ 5 ഭാഗങ്ങളിൽ ഈ കുറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അതിന്റെ നരേറ്റർ നോവലിസ്റ്റ് ഇദ്ദേഹം 6-7 ഭാഗങ്ങളുടെ സമകാലിക സംഭവങ്ങളാണ്. ഈ പന്തലായി എന്ന സാങ്കല്പിക ഗ്രാമം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് പശ്ചാത്തലം. സ്റ്റേഷൻ സമീപത്തായി പാർക്കുന്ന കുറച്ച് പച്ചമനുഷ്യരുടെ കഥയാണ് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കഥാകൃത്ത്, അതേപോലെ ഈ നരേറ്റർ സ്റ്റേഷനിന്റെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള വീട്ടിലുമായിട്ട് കച്ചവടം ചെയ്യുന്ന കാപ്പി, ചായ, ഇഡ്ഡലി, വട, ദോശ, കട്ട, ചമ്മന്തി ഒക്കെ ആയിട്ട് കൊണ്ടുവരികയും വീട്ടിൽ കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ചാമി അയ്യരുടെ സ്റ്റോളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതോടെയാണ് നോവലിസ്റ്റിന്റെ തുടക്കം. അപ്പൊ അയാളുടെ വീക്ഷണത്തിലൂടെയാണ് നോവൽ അവതരിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് ശീർഷകങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റ് ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ഓരോരോ ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. പിന്നീട് ദശകങ്ങൾക്ക് ശേഷം, അതായത് 2 നൂറ്റാണ്ടിന് ശേഷം വിചാരിക്കാം. കാരണം ഇദ്ദേഹം പിന്നെ തിരിച്ചു വരുമ്പോൾ മകനുമായിട്ടുള്ള ഗ്രാൻഡ് സണ്ണുമായിട്ടാണ് കൊച്ചുകുട്ടിയായിട്ട് വന്ന് താൻ കണ്ട് വിഹരിച്ച, താൻ മനസ്സിലാക്കിയ, തന്റെ ജീവിതം തോന്നിയ ഈ സ്ഥലങ്ങളും താൻ അത് പരിചയപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഫാന്റസി രീതിയിൽ അല്ലെ, അവരൊന്നും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെങ്കിൽ അവരെ കണ്ടിച്ചു തരാമെന്ന് കൊച്ചിനോട് പറഞ്ഞ് അവരെ അന്വേഷിക്കുന്ന രീതിയിലാണ് അവസാനത്തെ 2 അധ്യായങ്ങൾ. പിന്നീട് ദശകങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഒരു ഫാന്റസിയിൽ അവരെ കൊച്ചുമോൻ അവരെയും അവരുടെ ഇടങ്ങളും പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവരും അവരുടെ ഇടങ്ങളിൽ ഇന്നില്ലെന്നും അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളായി മാറിയെന്ന് പറയുന്നത്. എല്ലാം ദുരന്തങ്ങൾ. ആരും ഇതിന് മര്യാദയ്ക്ക് മരിക്കുകയോ മര്യാദയ്ക്ക് ജീവിതത്തെ നേരിടുകയോ ചെയ്തില്ല. എല്ലാം ഒറ്റയ്ക്ക് നോക്കിയാൽ അവർക്ക് ഒരു ദുരന്തങ്ങളാണ്. പ്രത്യേക രീതിയിലുള്ള മൊത്തം ശോക ഛായയാണ് അതില്. ആ അവസാന 2 അധ്യായങ്ങൾ പന്തലായി മനസ്സ്, മണൽ വിസ്മയങ്ങൾ തുടങ്ങിയ ശീർഷകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാബന്റെ ഇതര കഥകളുടെ കാര്യം കൂടുതലേക്ക് അറിയില്ല. ഈ നോവലിനെ കുറിച്ചൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ഹാസ്യം വളരെ കുറവാണ്. ഉമ്മാച്ചുവിന്റെ ഒക്കെ കാര്യം മാഷ് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ദൗരന്തിക കാവ്യങ്ങളിൽ ഒന്നാണ് ഉമ്മാച്ചു. എങ്കിലും അതിന് ഹാസ്യം വരുന്നത്. പക്ഷേ ഈ നോവലിൽ ഹാസ്യം വളരെ കുറവാണ്. ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിന് പോലെ രചനാ ശൈലി സ്വീകരിച്ചിട്ടുള്ള മുകുന്ദന്റെയോ കുഞ്ഞത്തുണ്ടയോ ഒക്കെ നോവലുകളിൽ കാണുന്ന മറ്റുള്ള ഹാസ്യം ഇതിലില്ല. ദുരന്തങ്ങൾക്കും ഭയാനകർക്കും തന്നെയാണ് ഇതിന് ആധിക്യം നൽകിയിരിക്കുന്നത്. ദുരന്ത കഥകളും ചരിത്ര കഥകളും ഗ്രാമീണ വിത്തുകളും നാടൻ പഴമകളും ഒക്കെ ലയിച്ചു കിടക്കുന്നൊരു അനുഭവം. അതിന് വിശേഷിപ്പിക്കാനായിട്ട് ഹാംലെറ്റിലെ ഒരു കൊട്ടേഷൻ KP അപ്പൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിന്റെ കോട്ടൂർ കഥകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ട്രാജിക്കലാണ്, കോമിക്കലാണ്, ഹിസ്റ്റോറിക്കലാണ്, പാസ്റ്ററാണ്. പാസ്റ്റർ എന്നത് മാറ്റി നിർത്താം. ഇപ്പോൾ ട്രാജിക്കൽ, കോമിക്കൽ, ഹിസ്റ്റോറിക്കൽ എന്ന് ഷേക്സ്പിയറുടെ 2ാം അംഗത്തിലെ 2ാമത്തെ രംഗത്ത് ഈ കൊട്ടേഷൻ കൊണ്ടാണ് കാലത്തെ കഥകളെ KP അപ്പൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിനത് ചെയ്ത് കോമിക്കൽ എന്നത് മാറ്റി നിർത്തിയാൽ അത് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ആ ദുരന്തത്തിനിടയിൽ ഒരു ഹാസ്യം കാണുന്നുണ്ടോ എന്ന് അറിയില്ലെങ്കിലും സാധാരണ രീതിയിലുള്ള ഹാസ്യത്തിന്റെ പ്രതലം ആ തലം ഈ നോവലില്ല എന്ന് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ സർവം അറിയുന്ന കഥാകൃത്ത് രചനാപരമായ സാങ്കേതിക കൗശലങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ തന്റെ കഥാപാത്രങ്ങളുടെ ദുരന്താനുഭവങ്ങൾ ചരിത്രത്തിലൂടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. തട്ടകത്തെ മൂർത്തിക്ക് അഘോര ശിവൻ എന്നാണ് പേരെങ്കിലും കൃതിയിലെ അനുഭവങ്ങൾ ഏറെയും ഘോരങ്ങളാണ്. അഘോര ശിവൻ, ശാന്തനായ ശിവൻ ഘോരമൂർത്തിയാണ്. ഇവിടെ അഘോര ശിവനാണ്
അവിടുത്തെ ഈ നോവലിന്റെ പേരാണ് പുസ്തകത്തെ പന്തലായതിന്റെ ദൈവത്തിന്റെ അവിടുത്തെ പ്രതിഷ്ഠയുടെ പേരാണ്. പക്ഷെ നോവലിന്റെ അന്തരീക്ഷം ഒട്ടും അഘോരമല്ല, ഘോരമായിട്ട് അന്തരീക്ഷം കൊലപാതകങ്ങള്, ആത്മഹത്യകള്, പണാപകരങ്ങള്, തട്ടിപ്പും വഞ്ചനയൊക്കെ ഒരു തമോമയാനുഭവങ്ങളുടെ ഒരു ആകത്തുകയാണ് ഈ നോവല്. നാട്ടുവർത്തമാനങ്ങൾ പറയുന്ന മട്ട് പലപ്പോഴും അർത്ഥത്തിൽ ഐറണിയും കഥാകൃത്ത് പ്രയോഗിക്കുന്നുണ്ട്. പറഞ്ഞാലും തീരാത്ത നാട്ടുപഴമയുടെ ഒരു നിധിപേടകം ഇദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ നോവലിൽ മാത്രം ഒഴുകുന്നതല്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ 71 കൃതികൾ തീർന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു എന്താ പറയുക പറ്റാത്ത അമ്പൊടുങ്ങാത്ത അവതാനി അദ്ദേഹത്തിനുണ്ടെന്നോ അദ്ദേഹത്തിന്റെ എത്ര വാരിയെടുത്താലും തീരാത്ത രത്നങ്ങളുടെ ഒരു നിധിപേടകം ഈ രചനയുടെ കാര്യത്തിൽ അനുഭവങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടെന്നോ പറയാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊക്കെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഇതിലെ ചാമിയയ്യന്, ഋഷക്കുറുപ്പ്, നാരായണിയമ്മ, ക്യാപ്റ്റൻ മാധവൻ, മൂസ മാപ്പിള, പുലിയൻ കൂക്കൻ, കണ്ണൻകുട്ടി, വെറ്റിലസ്വാമി, ചുരുട്ടുകാരൻ അച്ഛൻ തുടങ്ങി ഇതിൽ രചിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ഇവർക്കെല്ലാവർക്കും തന്നെ ജീവിത ദുരന്തമായുള്ള വരുമെങ്കിൽ എല്ലാവരും അവസാനം മരിക്കുകയോ അനാഥരാക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ഭ്രാന്തരായിരിക്കുകയോ നാട് വിട്ടുപോവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ശുഭാന്ത്യമായിട്ടുള്ള ഒരു ജീവിതത്തിന് ആർക്കും തന്നെ ഉണ്ടാകുന്നില്ല. ഇവരൊക്കെ രേഖപ്പെടുത്തിയല്ലേ. അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പെയിന്റിംഗ് അഭ്യസിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആ രീതിയിൽ കുറച്ചൊക്കെ ഒരു കാരിക്കേച്ചർ ശൈലി ഇതിൽ ഉണ്ടായിരിക്കാം. കുറച്ചൊക്കെ അതിശയോക്തിയൊക്കെ കലർത്തിയിട്ട് അദ്ദേഹം എഴുതിയിട്ടായിരിക്കും. അത് ഒരു അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല ചിത്രകാരൻ കൂടിയാണ് എന്നുള്ളതിന്റെ പ്രത്യേകതയായിരിക്കാം. ഏതായാലും ഈ കഥാപാത്രങ്ങളുടെ ജീവിതങ്ങൾ തുന്നിച്ചേർത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രാമചരിത്രമാണ് ഈ അക്ബരി എന്നുള്ള പുസ്തകം. ഈ പന്തലായനി ഗ്രാമം തീവണ്ടിയാക്കിയിട്ട് പരിണാമ പ്രക്രിയയിലൂടെ നഗരവൽക്കരിക്കപ്പെടുന്ന കഥയാണ് അവസാനത്തെ 2 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ വന്നപ്പോൾ പണ്ടത്തെ കടയില്ല, അത് മാറി വടക്ക് കണ്ണൂർക്കും തെക്ക് കോഴിക്കോട്ടേക്കും മാത്രം ഓരോ ട്രെയിൻ നിൽക്കുമ്പോൾ അപ്പം മാത്രം പലഹാരങ്ങൾ കൊണ്ടുതന്നെ വിൽക്കുകയും ബാക്കി സമയം വീട്ടിൽ കച്ചവടം നടത്തുകയും ചെയ്തിരുന്നായിരുന്നു ചാമിയേരി കട. ഇപ്പൊ അങ്ങനെയാണ്. ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ കേട്ട ഡയലോഗ് എന്താ വെച്ചാൽ ഉരുള ബ്ലോക്കായി 1 മണിക്കൂർ ലേറ്റായി നിസാമുദ്ദീൻ വരുന്നത്. ഇപ്പൊ കാലം മാറിയിരിക്കുന്നു. 2 വണ്ടിയൊന്നല്ല, ഒരുപാട് വണ്ടികൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ സ്റ്റേഷൻ തന്നെ മാറ്റം വന്നിരിക്കും. ആ ഭാഷം പ്ലാറ്റ്ഫോമിൽ മുഴങ്ങാത്തക്ക വണ്ണം മാറിയ കഥയാണ് ഈ ഇതിഹാസത്തിൽ ആവിഷ്കരിക്കുന്ന ജീവിതത്തിന്റെ അനിശ്ചിതത്വം, ക്ഷണബന്ധുരത്വം, ദുരന്ത വിപര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ നോവലിൽ ഇടപെടുത്തുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ആധിപത്യാനങ്ങളുള്ള ഒരു കഥാവിഷ്കാരമല്ല ഇത് എന്നതിനാൽ കൃതിയുടെ ചില സവിശേഷതകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യം, ശ്രദ്ധ ആകർഷിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നുപോലും ഈ കൃതിയിൽ ഇല്ല. അത് പറയാതെ വയ്യ. പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹത്തിന്റെ കഥ പറയുന്ന കൃതികളിൽ പോലും സ്ത്രീ കഥാപാത്രങ്ങൾ കുറച്ചും കൂടി ഉണ്ടാവാറുണ്ട്. ഇതില് അങ്ങനെയില്ല. കാരണം ഈ നോവലിൽ ശിവകാമി, യാഗി, മീനാക്ഷി, നാണിയമ്മ എന്നൊക്കെ ചില കഥാപാത്രങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരാൾ പോലും പ്രത്യക്ഷത്തിൽ എടുത്തു പറയാൻ മാത്രം വരുന്ന സാന്നിധ്യമായിട്ട് വരുന്നില്ല. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് പ്രണയം എന്ന അനുഭവമില്ല. പ്രണയഭാവമൊന്നും ഈ 200 നോവലാക്കിന് വലുതാലും പ്രണയത്തെ കുറിച്ചൊന്നും അധികം പറയുന്നില്ല അല്ലെ. അങ്ങനത്തെ ഒരു നോവൽ നമുക്ക് അപൂർവം. പ്രണയത്തെ കുറിച്ച് ഒന്നും ഇല്ലാത്തൊരു അതൊന്നും അതിന് വരുന്നില്ല. ഹാജരില്ലാത്തൊരു വസ്തുവാണ് പ്രണയം. ചാമിയർക്ക് ഒന്നിലധികം വിവാഹം ചെയ്താണ് ചാമിയരെ പരസ്ത്രീ ബന്ധം, അതൊക്കെ ഇതിന് വരുന്നുണ്ട്. മൂസമാപ്പിളയുടെ പരസ്ത്രീയെ പരിപാലിപ്പിക്കുന്നതൊക്കെ കഥകൾക്ക് വരുന്നുണ്ടെങ്കിലും സ്ത്രീ പുരുഷ പ്രണയം ഈ നോവലിസ്റ്റിന്റെ വിഷയമായി വരുന്നില്ല. മറിച്ച് സ്വവർഗരതിയെ കുറിച്ചുള്ള ചില പ്രത്യക്ഷ പ്രതിപാദനങ്ങളിൽ സൂചനകളുണ്ട്. പ്രത്യക്ഷ പ്രതിപാദനം തന്നെയാണ്, സൂചനയല്ല അതിലുണ്ട്. പക്ഷെ ഒരിക്കലും ഈ നമ്മുടെ രചനയുടെ കാര്യത്തിൽ അങ്ങനെ പറയുന്നതിലേക്ക് വലിയ അഭിപ്രായമെങ്കിലും സഭ്യത അസഭ്യം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സഭ്യതയുടെ അതിന് വിട്ടുള്ള ഒരു പരാമർശം വാക്ക് പോലും ഈ കൃതിയിലില്ല കേട്ടോ. അല്ല പറയും നമുക്ക് ചിലപ്പോൾ കാക്കനാടിൻ്റെ ഒക്കെ കൃതികൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിച്ചിൻ്റെ കൃതികൾ ഇത്രയൊക്കെ പറയണോ ഈ രീതിയിൽ പറയുന്നത് മറ്റൊരു തരത്തിലും ആവിഷ്കരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ തോന്നിയേക്കാം. നമ്മുടെ ഒരു പഴയ വിക്ടോറിയൻ സാധാരണ വെച്ച് ആരെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇതിൽ അങ്ങനെ വളരെ ഒട്ടും സാധ്യതയുടെ അതുവരെയും വിടാതെ തന്നെ സ്വവർഗരതിയിൽ അഭിരമിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഇദ്ദേഹം ഇതിൽ വരുന്നുണ്ട്. ഈ ചുരുട്ട് മുതലാളിക്കും കൃഷ്ണക്കുറുപ്പിനും ദിനകരനോട് തോന്നുന്ന അടുപ്പം, കോയാട്ടി മാപ്പിളയ്ക്കും ആദർമാൻ കുട്ടിയോട് കുറുപ്പിനും ആദർമാൻ കുട്ടിയോട് തോന്നുന്ന ആഭിമുഖ്യങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മവായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ അതിൻ്റെ പേരിൽ ചില കൊലപാതകങ്ങളും ആത്മഹത്യകളും സ്പർദ്ധകളും വഴക്കുകളും ഉണ്ടാകുന്ന ഈ സ്വവർഗ രീതിയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ അതിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ സാമാന്യ ജനതയുടെ ജീവിതം ആവിഷ്കരിക്കുകയും അവരിലെ വിലക്ഷണതകൾ കണ്ടെത്തി രേഖപ്പെടുത്തുകയാണ് നോവലിസ്റ്റ് ശ്രദ്ധിക്കുന്നത്. കാരണം അവതരിപ്പിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം, സാധാരണക്കാരുടെ സാധാരണ ജീവിതമല്ല, അവരുടെ വിലക്ഷണമായ ജീവിതമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. മറ്റൊരു സവിശേഷത പറയാനുള്ളത് കഥാപാത്രങ്ങളുടെ അവരുടെ വിശേഷങ്ങളോ നീണ്ട
വിശേഷങ്ങൾ തന്നെ നൽകി അടയാളപ്പെടുത്തുന്നതിൽ കാതൽ കാണിക്കുന്ന ശ്രദ്ധ. മലയാളത്തിൽ എൻ മുകുന്ദൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ്. ഇത് എടുത്തു പയറ്റിയിട്ടുള്ളൊരു ശീലമാണ്. നമുക്കറിയാം, ആടിനെ മേയ്ക്കാത്ത ചന്തൂന്നോ അല്ലേ, പിന്നെന്താണ് കുട നന്നാക്കുന്ന ജോലി എന്നൊക്കെ പറയുന്ന പോലെ 2-3 കഥാപാത്രങ്ങളുടെ പേര് ഞാൻ പറയാം. അതുപോലെ ശിവത്തിന് കാതൽ പ്രകാരമാണ് അവതരിപ്പിച്ച തൈയുള്ള കുനിപ്പറമ്പിൽ താഴെ തൊടുകയിൽ പാക്കും തട്ടാൻ ചന്തുകുട്ടി, ചുരുട്ടുകാരൻ അച്ചുവേട്ടൻ മുതലാളി, 10,000 അംശം കോവിൽക്കണ്ടി ദേശം എടവലക്കണ്ടി മാടത്തുമ്മൽ മാളികക്കൻ തറവാട്ടിലെ അദ്രുമാൻ കുട്ടി, പായസം കിട്ടൻ, തിരുപ്പണ്ടം ചാത്തി, പുളിയുള്ളതിൽ താഴെ വീട്ടിൽ ഗോപാലൻ മകൻ കുഞ്ഞനന്ദൻ. ഇങ്ങനെയാണ് കണക്കൊക്കെ പറയുന്നത്. ഒരു പ്രാവശ്യമുണ്ട് ഇയാളെ കുറിച്ച് പറയേണ്ടി ഒരു പിന്നെ തന്നെ ചിലപ്പോൾ പറഞ്ഞു തരും. പല പ്രാവശ്യം ആവർത്തിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമല്ല, ആ ഭാഗത്ത് മാത്രമല്ല. ചീനം വീട്ടിൽ ചിക്കിലോത്ത് നടമ്പൽ പാത്തും തെക്കേ കളയിൽ കഴിഞ്ഞ കണ്ണൻകുട്ടി. കഥാപാത്രങ്ങളൊക്കെ ഇന്നത്തെ ഇരട്ടപ്പേരും വിശേഷങ്ങളോട് ഞാനത് നീട്ടി പറയുന്നില്ല എന്നാണ്. പിന്നെ മറ്റൊരു സവിശേഷത അദ്ദേഹത്തിന്റെ ശൈലി. ഇപ്പോൾ വടക്കേ മലബാറിന്റെ ശൈലി എന്നൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പദസമ്പത്ത് വെക്കാബിലറി അദ്ദേഹത്തിന് ഉണ്ട്. നമ്മൾ നമ്പൂതിരി മലയാളമെന്നോ തെക്കൻ തിരുവിതാംകൂർ മലയാളം എന്നൊക്കെ പറയാനുള്ള വള്ളുവനാടൻ മലയാളം, മധ്യ തിരുവിതാംകൂർ മലയാളം എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിഘണ്ടുവിനുള്ള സ്കോപ്പുണ്ട് സത്യം പറഞ്ഞിട്ട്. പാശ്ചാത്യ ഇന്നത്തെ ചില ഓതേഴ്സിനെ കുറിച്ച് അവർ ഉപയോഗിച്ച പദങ്ങൾക്ക് മാത്രമുള്ള ഡിക്ഷണറി ആ രീതിയിൽ അവരാണ് ഈ സാധാരണ കൃതികളിൽ വരുന്ന പദങ്ങളുടെ ഒരു നിഘണ്ടു എന്ന രീതിയിലുള്ള കുറേക്കത് വടക്കേ മലബാറിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പദങ്ങളായിരിക്കും. അതിന് ശ്രമിച്ചു നോക്കാൻ വന്നില്ല. ഗവേഷണത്തിന് നോവലിന് വേണ്ടത്ര സത്ത കണ്ടെത്തിയിരിക്കും. ആ രീതിയിൽ ഗവേഷണ വിഷയമാക്കുക വസ്തുഭാഷയുടെ കീഴിൽ ആരെങ്കിലും വരുന്നെങ്കിൽ ഭാഷപ്പെടുത്തി നിർദ്ദേശിക്കാവുന്നതാണ് ഇങ്ങനൊരു വിഷയത്തെ കുറിച്ച്. കാരണം മലയാളത്തിൽ ഇത് ഏറ്റവും സാധ്യത കൂടുതൽ 2 ആൾക്കാരും, ഒന്ന് എം മുകുന്ദനും മറ്റൊന്ന് വിവേകാനന്ദനാണ്. പഴയ കാലത്ത് ശ്രീരാമപിള്ള അങ്ങനെയായിരുന്നു. ശ്രീരാമപിള്ളയെ കുറിച്ച് അത്തരം പഠനങ്ങൾ കൃഷ്ണപിള്ള സാർ തൊട്ടുള്ള പലരും നടത്തിയിട്ടുണ്ട്. ആ ഒരു ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കൃതിയിലെ ഉപ്പൂത്തിയില, കുറച്ച് പേര് വട്ടയിലെ കുറിച്ചാണ് പറയുന്നത്, അതിൽ ഉപ്പൂത്തിയില സാൾട്ടാ പീസ എക്സൈസ് ഹൗസിനെ കുറിച്ച് അത് പണ്ട് ഈ ഭാഗത്ത് പ്രചാരത്തിലുള്ള വാക്കാണ്. പൊത്തനകം മുഴുവൻ എന്ന അർത്ഥത്തിൽ, വക്കച്ചല് പഴമൊഴി എന്ന അർത്ഥത്തിൽ, കൂലികച്ചീറ്റ് കരാർ എന്ന അർത്ഥത്തിൽ, ബജാർ ബസാറിന് പകരം, സറാപ്പ് സ്വർണ്ണപ്പടിക്കാരൻ, കോട് ഓപ്പ് പ്രാപ്തി അല്ലെങ്കിൽ കഴിവ് എന്നുള്ള അർത്ഥത്തിൽ, ഈട അടുത്ത സിനിമ എന്നുള്ളത് ഇവിടെ എന്ന അർത്ഥത്തിൽ ഈട എന്നാണ് പറയുന്നത്, വരുംപടി വരവ് ചെലവ് എന്ന അർത്ഥത്തിൽ, അടിയും മുടിയും, അടി അമ്മ മുടി അച്ഛൻ എന്ന അർത്ഥത്തിലാണ്. ഇവന്റെ അടി ആരാ മുടി ആരാ വേണ്ടു, ഉമ്മ ആരാ പാപ്പ ആരാ എന്ന അർത്ഥത്തിൽ, ഹാജത്ത് ഒരു മുസ്ലിം ഡയറക്ടറാണ് ആഗ്രഹം, വഴിവായി സഹായി വഴിവാല് സഹായി എന്നുള്ള അർത്ഥത്തിൽ, മൗത്തായി മയ്യത്തായി എന്നൊരു ഷോർട്ട് ഫോമാണ്, സീഫ്ത്ത് ലക്ഷണം, ഒപ്പരം ഒപ്പം എന്നുള്ള അർത്ഥത്തിൽ, തോയൻ ഉൽപ്പത്തി ആരംഭ അർത്ഥത്തിൽ, വളിതം വീമ്പ് പറയാം, അഹങ്കാരം പറയാം, തക്കരിക്കണം സൽക്കരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്, മെഹവ് മികവ് എന്നുള്ള അർത്ഥത്തില്, ആരാചരട് അഴിയാചരട് എന്ന അർത്ഥത്തിൽ, കുരുക്ക് എന്നുള്ള അർത്ഥത്തിൽ, പുക്കാർ നമ്മൾ ഉപയോഗിക്കണം കുഴപ്പം എന്ത് പുക്കാറുടെ പറഞ്ഞു, ചോറ്റരി ചോറിനുള്ള അരി എന്നുള്ള അർത്ഥത്തിൽ, പൂക്കിക്കുന്ന കൊണ്ടു തട്ടുക, പോഴത്തക്കാരൻ വെട്ടി, ഉയ്യാരൻ ബഹളം എന്ന അർത്ഥത്തിലെ തോന്നുന്ന സന്ദർഭത്തിൽ കരുതും, കുപ്പിക്കണ്ടങ്ങൾ നാട്ടിലെ സാധാരണക്കാരൻ കുപ്പിക്കാർ ക്ലാസ്സുകളിലൊക്കെ പറയും കുപ്പിക്കണ്ടങ്ങൾ, തോഴത്തൻ തുല്യത തോഴൻ എന്ന വാക്കിൽ വന്നത് പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലായിരിക്കണം, എതം ഇഷ്ടം എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ ഞാൻ 2-3 അധ്യായത്തിൽ എടുത്താട്ടോ. പുസ്തകം മുഴുവൻ നോക്കിയപ്പോഴത്തെ ഇങ്ങനത്തെ ലിസ്റ്റ് ഒരു 500 വാക്കിന്റെ ലിസ്റ്റിലൊക്കെ പരിചരിക്കുന്നത് 2-3 അധ്യായം മാത്രമല്ല. അത് ഞാൻ പുസ്തകം മുഴുവൻ അരിച്ചു പറഞ്ഞ് എടുത്തതല്ല. ആദ്യത്തെ ഏതാനും അധ്യായങ്ങളിൽ നിന്ന് നിരത്തി വെച്ച വാക്കുകളാണ്. നോക്കുള്ള പരിചയം കൂടുതൽ കിട്ടും. തൃശ്ശൂർ മറ്റു വീട്ടുകളിൽ ഇല്ലാത്ത ഇത്തരം 100 കണക്കിന് വാക്കുകൾ പ്രയോഗങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടെത്താൻ കഴിയും. മുസ്ലിം കഥാപാത്രം നൽകിയത് ഇല്ലാത്ത മലബാർ മുസ്ലിം ഭാഷ എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ഡയലക്ടർ നല്ലത്. അതുകൊണ്ട് ഈ ശൈലി ഇത് മാത്രമല്ല, ശൈലി ഇദ്ദേഹത്തിന് മറ്റ് പല ഭാഷകൾ അറിയാൻ തോന്നുന്നു. തീർച്ചയായിട്ടും മലയാളികളൊക്കെ വന്നപ്പോൾ ഇന്ത്യൻ ഭാഷയ്ക്ക് അവിടുത്തെ ഭാഷയ്ക്ക് അറിയുന്നതല്ല. ഇതിൽ കുറെ കഥാപാത്രങ്ങൾ തമിഴ് ഒറിജിനലല്ല. അപ്പൊ നല്ല രസമായിട്ട് തമിഴ് സംഭാഷണത്തിലുണ്ട്. ഈ ജാമിയരുടെ മകൻ, അയാളുടെ കാമുകിയുടെ മകൻ, അങ്ങനെ കുറെ തമിഴന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സാധാരണ തമിഴ് മൊഴി ഏറെ സംഭാഷണം ഈ നോവലിൽ വരുന്നത്. അപ്പൊ തമിഴ് നല്ല സ്വാതന്ത്ര്യമുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുന്നവയാണ്. കഥാപാത്രങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലത്തിനനുസരിച്ച് ഇങ്ങനെ ശൈലി മാറ്റം വരുത്തുന്ന സിദ്ധി ഈ നോവലിനുണ്ട്. ഞാൻ ഉപസംഹരിക്കുകയാണ്. ഭാഷയുടെ കാര്യത്തിൽ, പ്രമേയങ്ങളുടെ കാര്യത്തിൽ,
ആഖ്യാന രീതി, ജീവിത സമീപനത്തിൽ, അങ്ങനെ രചനയുടെ ഓരോ തലത്തിലും മലയാളത്തിലെ മുഖ്യധാരാ രചനകളിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാകൃത്തിന്റെ ആ വ്യത്യസ്തതകളെല്ലാം പ്രാതിനിധ്യ സ്വഭാവത്തോടെ വെളിപ്പെടുത്തുന്ന ഒരു കൃതിയാണ് അഘോരശിവം. മതത്തിന്റെയും ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിന്റെയും പരിമിതികളെയും അതിവർത്തിച്ച് ഒരു നാട്ടിലെ സാമാന്യ ജനങ്ങളുടെ ഗാഥാകാരനാകാൻ കഴിഞ്ഞു എന്നതാണ് കാതൽ എന്ന കഥാകൃത്തിന്റെ വിജയം. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും മലയാളി വായനാ സമൂഹം ആ വ്യതിരിക്തതയും അത് സാധ്യമാക്കിയ പ്രതിഭാസ്പർശവും തിരിച്ചറിയാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം.